2026 വിഷുഫലം. മകം നക്ഷത്രം. മകം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമതിയും ഉയർച്ചയും വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കൽ സ്വപ്നം കണ്ട ഒരു സ്ഥാനം ഇപ്പോൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ തെറ്റുപോലും ഈ ഭാഗ്യം വൈകിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. മകം നക്ഷത്രക്കാർക്ക് ഈ വിഷു ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ തുടങ്ങും. ജോലി മേഖലയിൽ പ്രമോഷൻ, പുതിയ സ്ഥാനമാനം, ബഹുമതി, ബിസിനസ്സിൽ വലിയ വളർച്ച, പുതിയ അവസരങ്ങൾ, ചിലർക്ക് സമൂഹത്തിൽ ഒരു പ്രത്യേക അംഗീകാരം പോലും ലഭിക്കും. മെയ് മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരിക്കും. നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്ന ഉയരം ഇപ്പോൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. മകം നക്ഷത്രക്കാർ, നിങ്ങൾക്കുള്ളിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചിലർ നിങ്ങളെ പിന്തുണച്ചിട്ടില്ല, ചിലർ നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് അർഹിച്ച ബഹുമതി ലഭിക്കും. നിങ്ങളെ അവഗണിച്ചവർ പോലും ഇപ്പോൾ നിങ്ങളെ അംഗീകരിക്കും. എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അഹങ്കാരം ഒഴിവാക്കണം. ലഭിക്കുന്ന വിജയത്തിൽ വിനയം പാലിക്കണം. ചില ആളുകൾ നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികൾ എല്ലാം എല്ലാവരോടും പങ്കുവയ്ക്കരുത്. ധനകാര്യ കാര്യങ്ങളിൽ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിതൃദേവതകളെ സ്മരിക്കുക എന്നതാണ്. ഓം പിതൃഭ്യോ നമഃ എന്ന മന്ത്രം ജപിക്കുക. ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വർദ്ധിക്കും. മകം നക്ഷത്രക്കാർ, നിങ്ങളുടെ ഉയർച്ചയുടെ സമയം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം പിതൃഭ്യോ നമഃ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമതി വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സന്ദേശം തന്നെയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും നിറയാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ ഈ സന്തോഷം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. പൂരം നക്ഷത്രക്കാർക്ക് ഈ വിഷു സന്തോഷവും ബന്ധങ്ങളും ശക്തമാകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നല്ല മാറ്റത്തിന്റെ തുടക്കമാണ്. ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിക്കും. കുടുംബത്തിൽ ഐക്യം വരും. അകന്നുപോയവർ വീണ്ടും അടുത്തു വരാം. പ്രണയ ജീവിതത്തിൽ പുതിയ തുടക്കം, അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ജോലി മേഖലയിൽ ചെറിയ പുരോഗതി, സ്ഥിരത ഇവ കൈവരിക്കാനായിട്ട് സാധിക്കും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ വർദ്ധിക്കും. നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറാൻ സാധ്യതയുണ്ട്. പൂരം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ സ്നേഹമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ പൂർണ്ണമായും നൽകുന്നവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് നിരാശയായിരിക്കും. ചില ബന്ധങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായ സ്നേഹം കടന്നു വരും. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കണം. എല്ലാവരിൽ നിന്നും ഒരേ രീതിയിൽ സ്നേഹം പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ട് വരും. ബന്ധങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ധനകാര്യ കാര്യങ്ങളിലും ചെറിയ ജാഗ്രത പാലിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സമ്പത്തും വർദ്ധിക്കും. പൂരം നക്ഷത്രക്കാർ, നിങ്ങളുടെ സന്തോഷകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്നെഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും സമൃദ്ധിയും വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലം പരിശ്രമിച്ച ഒരു കാര്യം ഇപ്പോൾ ഫലം കാണാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ ഈ നേട്ടം വൈകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വിഷു സ്ഥിരതയും നേട്ടവും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചില കാര്യങ്ങൾ അനിശ്ചിതമായിരുന്നു. ചില തീരുമാനങ്ങൾ വൈകിയിരുന്നു. പക്ഷേ ഈ വിഷുവിന് ശേഷം എല്ലാം സ്ഥിരതയിലേക്ക് മാറാൻ തുടങ്ങും.
ജോലി മേഖലയിൽ സ്ഥിരമായ ഒരു സ്ഥാനം, പ്രമോഷൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വം, ബിസിനസ്സിൽ സ്ഥിരമായ വരുമാനം, വളർച്ചയുടെ തുടക്കം, ധനകാര്യത്തിൽ സമ്പാദ്യം വർദ്ധിക്കും, സാമ്പത്തിക സുരക്ഷയുണ്ടാകും. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മുന്നേറ്റമുണ്ടാകും. നിങ്ങൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു നേട്ടം ഇപ്പോൾ ലഭിക്കാൻ പോവുകയാണ്. ഉത്രം നക്ഷത്രക്കാർ നിങ്ങൾ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളാണ് എന്നത് തിരിച്ചറിയുക. നിങ്ങൾ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നിലായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇത് നിങ്ങളെ ഉള്ളിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും. നിങ്ങൾക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അധിക ഭാരം ഏറ്റെടുക്കരുത്. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം എന്ന ചിന്ത ഒഴിവാക്കണം. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണം. ധനകാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. വിശ്രമം വേണ്ട സമയത്ത് വിശ്രമം എടുക്കാൻ മറക്കരുത്. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂര്യഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. ഓം സൂര്യായ നമഃ, ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്നിവ ജപിക്കുക. വീട്ടിൽ ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സ്ഥിരതയും വർദ്ധിക്കും. ഉത്രം നക്ഷത്രക്കാർ നിങ്ങളുടെ നേട്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം സൂര്യായ നമ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഉത്രം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ കരുതാത്ത വഴികളിലൂടെ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ അവസരം കൈവിട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷു കയ്യിൽ കിട്ടുന്ന ഭാഗ്യം എന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ പരിശ്രമിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. ജോലി മേഖലയിൽ പുതിയ അവസരം, പ്രമോഷൻ അല്ലെങ്കിൽ അംഗീകാരം, ബിസിനസ്സിൽ പുതിയ കരാറുകൾ, ലാഭം വർദ്ധിക്കൽ, ധനകാര്യത്തിൽ വരുമാനം ഉയരും. ചിലർക്ക് അപ്രതീക്ഷിത ലാഭം ലഭിക്കും. മെയ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ശ്രമിച്ച കാര്യങ്ങൾ കയ്യിലെത്തുന്ന വിജയമായി മാറും. അത്തം നക്ഷത്രക്കാർ നിങ്ങൾ വളരെ കഴിവുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പല കഴിവുകളുമുണ്ട്. പക്ഷെ പലപ്പോഴും അത് തിരിച്ചറിയപ്പെടാതെ പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന്. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരും. നിങ്ങളെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ചെറിയ പരാജയങ്ങൾ കാരണം പിന്നോട്ടു പോകരുത്. ചിലർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് നിലനിർത്തുക. ധനകാര്യ കാര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വർദ്ധിക്കും. അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ വിജയം കൈവശമാക്കാൻ പോവുകയാണ് എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അവസരങ്ങൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കഴിവുകളും ഐഡിയകളും ഇപ്പോൾ ലോകം കാണാൻ പോകുന്നു. പക്ഷേ ഒരു ചെറിയ പിഴവ് പോലും ഈ അവസരം നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വിഷു സൃഷ്ടിപരമായ വിജയം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്കുള്ള കഴിവുകൾ ഇപ്പോൾ പുറത്തു വരാൻ പോവുകയാണ്. ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും. റെക്കഗ്നൈസേഷൻ, പുതിയ പ്രൊജക്റ്റ് ഇവയൊക്കെയും നിങ്ങളെ തേടിയെത്തും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ, വളർച്ച ഇവയുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഐഡിയാസ് വഴി വിജയം കൈവരിക്കാൻ കഴിയും. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ച ഒരു ഐഡിയ ഇപ്പോൾ വലിയ വിജയമായി മാറാൻ സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ നിങ്ങൾക്കുള്ളിൽ വലിയ കഴിവുകളുണ്ട് എന്നത് മനസ്സിലാക്കുക. പക്ഷെ പലപ്പോഴും അത് നിങ്ങൾ തിരിച്ചറിയപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന്. ചിലർ നിങ്ങളുടെ കഴിവിനെ വില കുറച്ചിട്ടുണ്ടാകും.
ഇത് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആയ വിജയം കിട്ടും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പെർഫെക്ഷൻ തേടുന്നതിൽ സമയം കളയരുത്. അവസരം വന്നപ്പോൾ പിടിച്ചെടുക്കണം. ചിലപ്പോൾ ചെറിയ ഫ്ലോസ് ഉണ്ടായാലും മുന്നോട്ടു പോകണം. മറ്റുള്ളവരുടെ അഭിപ്രായം അധികമായി പരിഗണിക്കരുത്. ധനകാര്യ കാര്യങ്ങളിൽ അവസരങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം വിശ്വകർമ്മദേവനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം വിശ്വകർമ്മണേ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ഒരു ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ കഴിവുകൾക്ക് വിജയം ലഭിക്കും. ചിത്തിര നക്ഷത്രക്കാർ നിങ്ങളുടെ വിജയം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം വിശ്വകർമ്മണേ നമഃ എന്നെഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വർദ്ധിക്കട്ടെ. ഇത്രയുമാണ് ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ചോതി നക്ഷത്രത്തെ കുറിച്ച് പറയാം. ചോതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സന്ദേശമാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും ഉയർച്ചയും ഒരുമിച്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ഒരു മാറ്റം ഇപ്പോൾ നടക്കാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ പിഴവ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ചോതി നക്ഷത്രക്കാർക്ക് ഈ വിഷു സ്വയം ഉയരുന്ന സമയമാണ്. ജോലി മേഖലയിൽ പുതിയ അവസരങ്ങൾ, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസ്, വിദേശ അവസരങ്ങൾ ചിലർക്ക് ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ദിശ, പുതിയ ആളുകളുമായി ബന്ധം, ധനകാര്യത്തിൽ മെച്ചപ്പെട്ട വരുമാനം, സ്വയം നിലനിർത്താനുള്ള കഴിവ് വർദ്ധിക്കും. ജൂലൈ മുതൽ നവംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റാൻ കഴിയും. ചോതി നക്ഷത്രക്കാർ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആരുടെയും നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിയിലാണ് നടക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ സ്വഭാവം നിങ്ങളെ ഒറ്റപ്പെടാൻ കാരണമായിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ വഴി ശരിയാണെന്ന് തെളിയുന്ന സമയമാണ് ഇത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യധികം സ്വാതന്ത്ര്യം സംടൈംസ് പ്രശ്നമാകും. മറ്റുള്ളവരുടെ അഭിപ്രായം പൂർണ്ണമായും അവഗണിക്കരുത്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ അവസരം വന്നാലും ചിന്തിച്ച് തീരുമാനമെടുക്കുക. ബന്ധങ്ങളിൽ ഈഗോ കുറയ്ക്കാൻ ശ്രമിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വായുദേവനെ പ്രാർത്ഥിക്കുക. ഓം വായവേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സമാധാനവും ലഭിക്കും. ചോതി നക്ഷത്രക്കാർ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം ഇപ്പോൾ തുടങ്ങുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം വായവേ നമഃ എന്നെഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായിട്ട് ശ്രമിച്ച ഒരു കാര്യം ഇപ്പോൾ ഫലിക്കാൻ പോകുന്നു. പക്ഷേ ഒരു ചെറിയ തെറ്റായ തീരുമാനം എല്ലാം മാറ്റിമറിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷു വിജയത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ്. ജോലി മേഖലയിൽ വലിയ അവസരം, സ്ഥാനവർദ്ധന, പുതിയ ഉത്തരവാദിത്വങ്ങൾ, ബിസിനസ്സിൽ വളർച്ച, ലാഭം വർദ്ധിക്കൽ, പുതിയ പങ്കാളിത്തങ്ങൾ, ധനകാര്യത്തിൽ സ്ഥിരത, ചിലർക്ക് വലിയ സാമ്പത്തിക നേട്ടം. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾ ഇപ്പോൾ വലിയ വിജയമായി മാറും. വിശാഖം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആയ ആളുകളാണ്. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ വിജയം നേടാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഏറെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ക്ഷീണിച്ചു പോയിട്ടുമുണ്ടാകും. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം കിട്ടുകയാണ്. നിങ്ങൾ നേടിയ വിജയം മറ്റുള്ളവർക്കും ഒരു ഉദാഹരണമായിരിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യധികം ആവേശത്തിൽ തീരുമാനമെടുക്കരുത്. പേഷ്യൻസ് നിലനിർത്തുക. ചില അവസരങ്ങൾ നേരത്തെ പിടിക്കരുത്. ശരിയായ സമയം കാത്തിരിക്കണം. മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്ദ്രനെയും അഗ്നിയെയും പ്രാർത്ഥിക്കുക. ഓം ഇന്ദ്രായ നമ അല്ലെങ്കിൽ ഓം ആഗ്നേയ നമ എന്ന് 108 തവണ ജപിക്കുക. വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാകും.
വിശാഖം നക്ഷത്രക്കാർ നിങ്ങളുടെ വിജയകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം ഇന്ദ്രായ നമ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളും വിജയവും ഒരുമിച്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു നല്ല വാർത്ത ഇപ്പോൾ ലഭിക്കാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് ഈ ഭാഗ്യം കുറയ്ക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷു ബന്ധങ്ങളിലൂടെ ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ സഹപ്രവർത്തകരുടെ സഹായം, പുതിയ അവസരങ്ങൾ, ടീം വർക്ക് വഴി വിജയം. ഇനി ബിസിനസ്സിലാണെങ്കിൽ പങ്കാളിത്തം വഴി ലാഭം, പുതിയ ബന്ധങ്ങൾ, നെറ്റ്വർക്കിംഗ് വഴി വളർച്ച. ധനകാര്യത്തിൽ സ്ഥിരത, ചെറിയ പുരോഗതി, പതിയെ പതിയെയുള്ള വളർച്ച. ജൂലൈ മുതൽ നവംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾക്ക് ശരിയായ ആളുകൾ ശരിയായ സമയത്ത് സഹായിക്കാൻ വരും. അനിഴം നക്ഷത്രക്കാർ നിങ്ങൾ വളരെ ലോയലായ ആളുകളാണ്. നിങ്ങൾ ബന്ധങ്ങളെ ഏറെ വിലമതിക്കുന്നു. ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് വഞ്ചന അനുഭവിച്ചിട്ടുണ്ടാകും. ചില ബന്ധങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആളുകൾ കടന്നു വരും. നിങ്ങളെ മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ ശക്തമാകും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരെയും ബ്ലൈൻഡായി വിശ്വസിക്കരുത്. വിശ്വാസം നൽകുമ്പോൾ ശ്രദ്ധിക്കുക. ചിലർ നിങ്ങളുടെ സൗമ്യത ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൃദയത്തോടൊപ്പം ബുദ്ധിയും ഉപയോഗിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മാത്രം തീരുമാനമെടുക്കരുത്. ഇനി വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മിത്രദേവനെ പ്രാർത്ഥിക്കുക. ഓം മിത്രായ നമ എന്ന് 108 തവണ ജപിക്കുക. വീട്ടിൽ ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങളും ഭാഗ്യവും ശക്തമാകും. അനിഴം നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആളുകളും നല്ല സമയവും എത്തുന്നു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം മിത്രായ നമ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്.